ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന ഭാഗത്തിലാണല്ലോ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിൻ്റെ 7-ാമത്തെ ഭാഗത്തിലേക്കാണ്. പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ 7-ാമത്തെ ഭാഗത്തിൽ കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചു 6-ാമത്തെ പാർട്ട്. നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 7-ാമത്തെ ഭാഗമാണ്. 7-ാമത്തെ ഭാഗത്തിൽ നമ്മൾ പ്രധാനമായും ചിന്തിക്കുന്നത് 4-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളാണ്. ഇവർ അവരെ നടുവിൽ നിർത്തി, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഏത് നാമത്തിലാണ് ഇവര് ഇത് ചെയ്യുന്നത്? കാരണം യഹൂദനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും യഹോവയുടെ നാമം എന്ത് ചെയ്യാൻ പറ്റില്ല, വൃഥ ഉപയോഗിക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, നാമം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവർ ഏത് നാമത്തിലാണ് എന്നുള്ള കാര്യം ഇതറിയണം. അതിനു വേണ്ടിയാണ് ഈ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ എന്താ പറയുന്നത്, ശാസ്ത്രിമാരുമൊക്കെ യോഹന്നാനോടും പത്രോസിനോടും ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് നാമത്തിലാണ് ഇത് ചെയ്യുന്നത്? 8-ാമത്തെ വാക്യത്തിൽ പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞു, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ. 8-ാം വാക്യം വളരെ ശ്രദ്ധിക്കണം. 8-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. അല്ലേ? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോഴാണ് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുന്നത്. പിന്നീട് വന്ന പിതാക്കന്മാർക്ക് അതുണ്ടായിരുന്നില്ല. അവരാരും പരിശുദ്ധാത്മാവിൽ സംസാരിച്ചതായിട്ട് യാതൊരു രേഖകളുമില്ല. പക്ഷെ ഇവിടെ അവർ പരിശുദ്ധാത്മാവിൽ സംസാരിച്ചു എന്ന് ദൈവവചനം സാക്ഷ്യം പറയുന്നു. അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. എന്താണ് അവരോട് പറഞ്ഞത്? ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ. 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാരം നിമിത്തം ഇവൻ എന്തോന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങൾ ഇന്ന് വിസ്തരിക്കുന്നു എങ്കിൽ. 10-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവനും ഉയർപ്പിച്ചവനുമായ നസറേയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവിൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ, ഇവൻ തന്നെ. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ആരാണ്? യേശു ക്രിസ്തു തന്നെയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കണം, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടില്ല വേറൊരു നാമവും ഇല്ല. ഇതേ കാര്യം തന്നെ മത്തായി സുവിശേഷത്തിനകത്ത് നമ്മൾ വായിച്ചു. മത്തായിയുടെ സുവിശേഷം നമ്മളൊക്കെ ആ ഭാഗം വായിക്കുമ്പോൾ 28-ാം അധ്യായത്തില് ഇതേ വാക്യം തന്നെ നമ്മൾ കണ്ടു. 18-ാമത്തെ വാക്യത്തിലാണ് മത്തായിയുടെ സുവിശേഷം 28:18 ഇങ്ങനെയാണ്, യേശു അടുത്ത് ചെന്ന് എന്താ പറയുന്നത്? സ്വർഗത്തിലെയും ഭൂമിയിലും സകല അധികാരവും ആർക്ക് നൽകപ്പെട്ടിരിക്കുന്നു? യേശു കർത്താവിന് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് പ്രഖ്യാപിക്കുന്ന കാര്യം നമ്മൾ കണ്ടു. അപ്പൊ അതേ കാര്യം തന്നെ പത്രോസ് ഇവിടെ ഏറ്റുപറയുന്ന കാഴ്ചയാണ് 4:12 കാണുന്നത്. എന്താണ്? മറ്റൊരുത്തനും രക്ഷയില്ല, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ഈ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ഏതാണ് എന്നുള്ള കാര്യമാണ് ആര് പറഞ്ഞു വരുന്നത്? പത്രോസ് പറഞ്ഞു വരുന്നത്. അതാണ് ഇവിടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം. അല്ലേ? അവിടെ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അതെന്താണെന്ന് പത്രോസിന് മനസ്സിലായി. പരിശുദ്ധാത്മാവ് നിറഞ്ഞു. എന്താണ്? 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോ ഏതാണ് നാമം എന്ന് പത്രോസിന് വ്യക്തമായി. പത്രോസിന് വ്യക്തമായപ്പോ പത്രോസ് എന്താ പറഞ്ഞത്? നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, വേറൊരു നാമവും ഇല്ല. ആ ഒരു നാമമേ ഉള്ളൂ രക്ഷപ്പെടാൻ, വേറൊരു നാമത്തിലും രക്ഷയില്ല എന്നാണ് വളരെ വ്യക്തമായിട്ട് പത്രോസ് അപ്പോസ്തലൻ പറയുന്ന
കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സെഖര്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സെഖര്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പം അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. യഹോവ സർവ്വഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും അവൻ്റെ നാമം ഏകവുമായിരിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഒരു നാമമേ ഉള്ളൂ അന്നാളിൽ. എന്നാണ് ഈ അന്നാള് എന്ന് പറഞ്ഞിരിക്കുന്നത്? 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, അന്നാളിൽ അവൻ്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒരു മലയിൽ നിൽക്കും. ഒലിവുമഴ കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പകുതി വടക്കോട്ടും മറ്റേ പകുതി തെക്കോട്ടും വാങ്ങിപ്പോകും. എന്നാൽ മലകളുടെ താഴ്വര അസൽ വരെ എഴുന്നത് കൊണ്ട് നിങ്ങൾ എൻ്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. യഹൂദ രാജാവായ ഉസിയാവിൻ്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പ ഹേതുവായി ഓടിപ്പോയതുപോലെ നിങ്ങളും ഓടിപ്പോകും. എൻ്റെ ദൈവമായ യഹോവ തന്നോട് കൂടെ സകല വിശുദ്ധന്മാരും വരും. അന്നാളിൽ വെളിച്ചമുണ്ടാകുകയില്ല, ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകും. യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും. അത് പകലല്ല രാത്രിയുമല്ല, സന്ധ്യാസമയത്തോ വെളിച്ചമാകും. എന്നാൽ ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട് പകുതി കിഴക്കേ കടലിലേക്കും പകുതി പടിഞ്ഞാറ് കടലിലേക്കും ഒഴുകും. അത് ഉഷ്ണകാലത്തും ശീതകാലത്തും ഉണ്ടാകും. അപ്പം വരാൻ പോകുന്ന 2-ാം വരവിലുള്ള കർത്താവിൻ്റെ വരവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ് സെഖര്യാവിൽ നമ്മൾ വായിച്ച പ്രവചനം എന്ന് പറയുന്നത്. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഏകനാമമാകും. അല്ലെ, ഏകനാമം എന്നുള്ള കാര്യമാണ് ഇവിടെയും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. വേറൊരു നാമത്തിലെ രക്ഷയില്ല, ആ ഒരു നാമത്തിലേ രക്ഷയുള്ളൂ എന്ന് അപ്പോസ്തലൻ വളരെ തർക്കിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്തുകൊണ്ടായിരിക്കണം ഇവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ രക്ഷാനാമമായി ഇവർ കരുതുന്നതിന് പ്രധാനമായ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 8:24 നമ്മൾ പഠിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയുന്നു. ഞാനാകുന്നു എന്ന് മോശയോട് പറഞ്ഞ ദൈവം ഇവിടെ വീണ്ടും തൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് വീണ്ടും വെളിപ്പെടുത്തുന്ന ആ രംഗം 8:24 നമ്മളിങ്ങനെ വായിക്കുന്നു. 8:24 ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് പറഞ്ഞു. 23-ാമത്തെ വാക്യത്തിൽ അവൻ അവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവൻ, ഞാൻ മേലിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവരാ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവൻ അല്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് അവർ അവനോട്, നീ ആരാകുന്നു എന്ന് ചോദിച്ചാൽ യേശു, ആദ്യം മുതലേ ഞാൻ നിങ്ങളോട് സംസാരിച്ചു പോരുന്നു തന്നെ. 26-ാമത്തെ വാക്യത്തിൽ, നിങ്ങളെക്കുറിച്ച് വളരെ സംസാരിക്കുവാനും വിധിക്കുവാനും എനിക്കുണ്ട്, എങ്കിലും എന്നെ അയച്ചവൻ സത്യവാനാകുന്നു. അവനോട് കേട്ടത് തന്നെ ഞാൻ ലോകത്തോട് സംസാരിക്കുന്നു. പിതാവിനെ കുറിച്ചാകുന്നു എന്ന് അവൻ തങ്ങളോട് പറഞ്ഞു എന്ന് അവർ ഗ്രഹിച്ചില്ല. അപ്പൊ 8:24 പറയുകയാണ്, ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാതിരുന്നാൽ എന്ന് പറഞ്ഞാൽ ഞാൻ അവനാണെന്ന്. അല്ലെ, ഫിലിപ്പോസ് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? പിതാവിനെ കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ ഇത്രയും നാളും നിന്റെ കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ എന്ന വാക്കാണ് യേശുക്രിസ്തുവിന്റെ വായിൽ നിന്ന് വന്നത്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ രണ്ടും ഒരാൾ തന്നെയാണ്. അല്ലാതെ തൃത്വം പറയുന്ന പോലെ രണ്ടാമത്തെ വ്യക്തി അയക്കപ്പെട്ട ദൈവമായിട്ട് ഇവിടെ വന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. എന്ന് പറയുന്നത് ദൈവം ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു എന്നുള്ള കാര്യമാണ്. മറന്നു പോകരുത്. ദൈവത്തിൻ്റെ ആത്മാവ് മന്ദിരത്തിൽ വന്നു. ഏത് മന്ദിരത്തിൽ? യേശുക്രിസ്തു എന്ന മന്ദിരത്തിൽ അത് വാസം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. കാരണം പിതാവ് എന്ത് ചെയ്യുന്നു? തന്നിലിരുന്ന് പ്രവൃത്തി ചെയ്യുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞു. അതുകൊണ്ടാണ്. കാരണം യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ്. കാരണം എന്താണ്? ദൈവമായവൻ മനുഷ്യനായി തീർന്നു എന്നുള്ളതാണ്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല. കാരണം ദൈവമാരാണ്? സർവ്വവ്യാപിയാണ്. ആ സർവ്വവ്യാപിയായ ദൈവം ദാവീദിന്റെ തലമുറയിൽ വന്ന് പിറന്നു.
മനുഷ്യനായി ഈ ഭൂമിയിൽ 3.5 കൊല്ലത്തോളം ശുശ്രൂഷ ചെയ്ത് നമുക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം സ്വർഗത്തിലേക്ക് കരേറിയെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവം അവനെ ഉയർപ്പിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഞാൻ അവനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് യോഹന്നാന്റെ സുവിശേഷം ഇംഗ്ലീഷ് നമ്മൾ വായിക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് അവിടെ ഉണ്ട്. ഞാൻ അവനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേ കാര്യം തന്നെയാണ് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നതും. ഇതേ കാര്യം തന്നെയാണ് പത്രോസ് നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നതെന്നും നമുക്കിവിടുന്ന് മനസ്സിലാവുന്നു എന്നുള്ളതാണ്. ഈ വചനങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് ഏകനാമമാകുമെന്ന് പറഞ്ഞു. 2 നമ്മൾ പറഞ്ഞു പാപങ്ങളിൽ മരിക്കുമെന്ന് പറഞ്ഞു. ആണ് നമുക്കിത് കാണാൻ കഴിയും. നമുക്കെല്ലാവർക്കും എന്താണ്? ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്. വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു ദൈവമല്ലോ നമ്മളെ സൃഷ്ടിച്ചത്. ഒറ്റയൊരു ദൈവമേ ഉള്ളൂ. 2 ദൈവങ്ങൾ നമുക്കില്ല. 3 ദൈവങ്ങളും നമുക്കില്ല. നമുക്ക് 3 ദൈവങ്ങളുണ്ടോ? ഒരിക്കലുമില്ല. അത് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ഒരു ദൈവമേ നമുക്കുള്ളൂ. യേശുക്രിസ്തു ആരാണ്? സത്യദൈവം എന്നാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. പിതാവ് ഏക സത്യദൈവം എന്ന് പറയുന്നുണ്ട്. അതുപോലെ യേശുക്രിസ്തുവിനെ സത്യദൈവം എന്നാണ് യോഹന്നാൻ തന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ് യേശുക്രിസ്തു എന്നുള്ള കാര്യമാണ് ഇവിടെയെല്ലാം നമുക്ക് ഉറപ്പാകുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? യേശു ക്രിസ്തുവിന്റെ നാമത്തെ അപ്പോസ്തലന്മാർ അത്രയധികം സ്നേഹിച്ചിരുന്നു, അത്രയധികം അതിനു വേണ്ടി പ്രവർത്തിച്ചു. കാരണം ഒരേ ഒരു ദൈവമേ അവർക്കുള്ളൂ എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയും അതവർക്ക് ദൈവം നീതിയായി കണക്കിട്ടു എന്നുള്ളതാണ്. അവിടെ ഓരോ പ്രവർത്തനങ്ങളിലും രോഗികൾ സൗഖ്യമാകുന്നതിനും മരിച്ചവർ ഉയർക്കുന്നതൊക്കെയും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് അവരോട് കൂടെ ഇരുന്നത് എന്തുകൊണ്ടായിരുന്നു? അവരുടെ വെളിപ്പാടുകളെല്ലാം സത്യമായിരുന്നു എന്നുള്ളതാണ്. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.